ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ 3 ഫേസ് ഡി ബിയിൽ വരുന്ന സെലക്ടറിൻ്റെ മോഡ്യൂളാണ്. ഇത് നമ്മൾ 3 ഫേസ് ഡി ബി വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് വരുന്ന സെലക്ടറിൻ്റെ മോഡ്യൂളാണ് വരുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് മോഡ്യൂളായിട്ടാണ് വരുന്നത്. ഇത് വി ഗാർഡിൻ്റെ ഡി ബിയിലാണ് വരുന്നത്. ഇത് 3 ഫേസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെലക്ടറാണ്. ഇത് ആ മോഡ്യൂൾ ഞാൻ ജസ്റ്റ് നിങ്ങളത് കാണിച്ചു തരാം. അതായത് 3 ഫേസും എല്ലാ സെലക്ടറിലേക്കും വരുന്നുണ്ട്. അത് ലിങ്ക് ചെയ്ത് കാണിക്കുന്ന എല്ലാ ഡീറ്റെയിലും ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ആ താഴെ ഇത് കണ്ടോ, ഈ 3 ലിങ്ക് ചെയ്ത് വരുന്നത് എല്ലാം തന്നെ 3 ഫേസിൻ്റെ കണക്ഷൻസാണ്. ആദ്യമേ നമുക്ക് ഇതിൻ്റെ ആംബിയറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ടോട്ടൽ എത്ര ആംബിയർ ആണ്, അതുപോലെ തന്നെ എത്ര വാട്ടാണ് കണ്ടോ. 63 ആംസാണ് ടോട്ടൽ ഇതിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം ആംബിയർ എന്ന് പറയുന്നത്. 415 വോൾട്ട്, അതായത് 3 ഫേസ് വരുന്നത്. 3 ഫേസാണ് ഈ കാണിക്കുന്നത്. 3 ഫേസ് കണക്ഷൻ വന്നതിന് ശേഷം ലിങ്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ, ആ റോഡ് ഇട്ടാണ് ലിങ്ക് ചെയ്തത്. അടുത്ത സെലക്ടറിലേക്ക് പോയിരിക്കുന്നു 3 ഫേസ് RYB 3 ഫേസ് അടുത്തയിലേക്കും വന്നിരിക്കുന്നു. എന്നാൽ നേരെ ശേഷം RYB എന്ന് പറയുന്ന ആ 3 വയറുകളും നേരെ ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഇന്നായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇന്നാണ് ഈ പറയുന്ന രീതിയിൽ, അത് LCBയുടെ അല്ലെങ്കിൽ RCBയുടെ ഔട്ടാണ് ഈ കൊടുക്കുന്നത്. ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെലക്ടറിൻ്റെ ഔട്ടാണെന്നുള്ള വരുന്നത്. 3 ഫേസിലും നമ്മൾ ഓരോ ഫേസ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെലക്ടർ യൂസ് ചെയ്യുന്നത്. റെഡ് ഫേസ്, അതുപോലെ യെല്ലോ ഫേസ്, പിന്നെ വരുന്നത് ബ്ലൂ ഫേസ്. ആ 3 ഫേസുമാണ് ഈ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 3 സെലക്ടറിന് വേണ്ടിയിട്ട് ഇൻഡിക്കേഷൻ ഉണ്ട്. 3 സെലക്ടറിന് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ടോ. ഈ നമ്മൾ കറണ്ട് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ സെലക്ടർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഫേസ് ഓൺ ആവുന്ന സമയത്ത് ആ അതിലേക്ക് ഉള്ള വർക്ക് ചെയ്യും. അപ്പോൾ ഏത് ഫേസ് വേണമെങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മൾ കട്ടായി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേഷൻ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ 3 ഫേസ് നമുക്ക് വേണമെങ്കിൽ ഏത് റോട്ടറി ഉപയോഗിച്ചിട്ട് ഏത് ഫേസിലേക്ക് സെലക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ വീട്ടിൽ 3 ഫേസ് നമ്മൾ 3 ഫേസ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് എപ്പോഴും കറണ്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് 3 ഫേസ് കണക്ഷൻ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു ഫേസ് കട്ടായാലും സെലക്ടർ നമുക്ക് അതിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ സെലക്ടറിന് കൊടുത്തിരിക്കുന്ന ഓരോന്നിൻ്റെ ഔട്ട് കണ്ടോ, ആ എല്ലാത്തിൻ്റെ ഔട്ട് വയറിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ന്യൂട്രൽ വയർ എടുത്തതിന് ശേഷം നമുക്ക് ഡി ബിയിൽ തന്നെ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്യണം. ആ 3 ഇൻഡിക്കേഷൻ സ്വിച്ചിൻ്റെയും ന്യൂട്രലുകളാണ് കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. സിമ്പിളായിട്ട് നോക്കി തന്നെ അറിയാൻ പറ്റും. എല്ലാ ഫേസുകളും ആദ്യമേ തന്നെ എല്ലാ സെലക്ടറിലേക്കും കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഔട്ട് സെപ്പറേറ്റ് RYB എന്ന് പറയുന്ന ഓരോ ഫേസ്, R എന്ന് റെഡ്, Y എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ, B എന്ന് ഉദ്ദേശിച്ച ബ്ലൂ, ഇങ്ങനെ 3 ഫേസാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇതിൻ്റെ സെലക്ടർ ഉപയോഗിച്ചിരിക്കുന്നത് വി ഗാർഡിൻ്റെ സെലക്ടർ, അതായത് വി ഗാർഡിൻ്റെ ഡി ബിയിൽ ഉപയോഗിക്കുന്ന സെലക്ടർ ഹൈ ക്വാളിറ്റി സെലക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. L90യുടെ സെലക്ടറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി L90യുടെ വലിയ ടൈപ്പ് സെലക്ടർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന വയറുകളെല്ലാം തന്നെ ഹൈ ക്വാളിറ്റി വയറുകളാണ് ഉപയോഗിക്കുന്നത്. 6 സ്ക്വയർ വയറാണ് ഇന്നും കൊടുത്തിരിക്കുന്നത്, ഔട്ടിനും കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാണ് ഈ മോഡ്യൂളാണ് നമ്മൾ ഡി ബിയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. 3 ഫേസ് ഡി ബിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഇതിൽ നിന്നും ഓരോന്ന് സെപ്പറേറ്റ് ഔട്ട് നമുക്ക് ഇതിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 ഫേസ് ഡി ബിയിൽ നമുക്ക് മാക്സിമം 3 ഫേസ് കണക്ഷൻ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാട്ട്സ് എന്ന് പറയുന്നത് 10,000 വാട്ട്സിന് ജസ്റ്റ് തൊട്ട് താഴെ 10,000 വാട്ട്സ് വരെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.